ഉണ്ടാ മണമുണ്ട് കഴിച്ച് ഇവക്ക് മറ്റേ കൊറോണയാണ്. സാധാരണ പങ്കേക്ക് വരാം ഒന്ന് അറച്ച് ഇപ്പോൾ ഫീൽ ചെയ്തു. നമ്മൾ ഓരോ ബൈറ്റിലും നമുക്കൊരു 5-6 കടിക്കാൻ പറ്റും. പിന്നെ രാവിലെ വന്ന് കേക്ക് മേടിക്കാണ്ട് രാത്രി കൊള്ളാം. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ഇവിടെ കഴിഞ്ഞിട്ടാ പൊളിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം താമ. അപ്പം എടി ഇതേ ഒരുപാട് കേക്കുണ്ടല്ലോ. ഇതിനകത്ത് ഏതാ എടുക്കുന്നത്? 1/2 കിലോ എല്ലാ സൈസും ഉണ്ട്. ഡ്രീം കേക്ക് പോലത്തെ കാര്യം ചെയ്യാം. അപ്പോൾ അങ്ങോട്ട് ഇത്രയും പ്ലം കേക്ക് ഒന്നിച്ചേ ഭ്രാന്ത് പോലെ ആയിരുന്നു കേട്ടോ. ഇത് മൊത്തം പ്ലം ആണെന്നു. എത്ര ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഗീ കേക്കാണിത്. അതായത് നെയ്യിലൊക്കെ മണമുണ്ടല്ലേ. ഉണ്ടാ മണമുണ്ട് കഴിച്ച് ഇവക്ക് മറ്റേ കൊറോണയാണ്. അപ്പം തന്നെ നല്ല പഞ്ചിയായിട്ടുള്ള രസമുണ്ട്. അപ്പം ഇതും എനിക്ക് തോന്നുന്നൊരു മാതിരി അഫോർഡബിൾ റേറ്റിലാണ്. നൈസായിട്ടൊരു 300-300 330 ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ പാക്കിങ്ങും ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് നിനക്കൊക്കെ എന്താവാനും അപ്പോൾ അതിൻ്റെ 1 kg ഉണ്ട്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഓഫ് കേക്ക് ഇനിയും വരാനുണ്ടോ? എനിക്കൊന്ന് പൈനാപ്പിൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പൈനാപ്പിൾ കേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് അടിപൊളിയായിരുന്നു. അതിപ്പോൾ അവർ ഓൺ പ്രിപ്പറേഷനിലാണ്. അപ്പം വൈഡ് റേഞ്ച് ഒക്കെ ആയിരുന്നു. ഇത് ഇതുപോലെ തന്നെ ക്യാറ്റ് കേക്കാണ്. പിന്നെ ചെറിയ സാമ്പിൾസ് നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. വൈനും കേക്കും അതാരെ കണ്ടുപിടിച്ചെന്നറിയാമോ? അത് വൈനും കേക്ക് എന്ത് മിക്സറായത്? പക്ഷെ ഇത് വൈനല്ലത്, ഇത് നോൺ ആൽക്കോളിക് ബീവറേജസ്. ജസ്റ്റ് ജ്യൂസ് പോലത്തെ ഫ്രഷ് ജ്യൂസ് നമ്മൾ മേടിക്കണം, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ വന്ന് എന്തിനാ കേക്ക് എടുക്കാനല്ലേ? ഇതേത് ഇങ്ങോട്ട് നോക്കി എല്ലായിടത്തോളം കേക്കിന് കപ്പലുണ്ട്. ചേച്ചി നമ്മൾ കേക്ക് അതറിയാണ്ട് അറിയാണ്ടേ ഇതിനകത്തൊക്കെ കൈ പോകുന്നു. അതെ നമ്മളിങ്ങനെ നിന്നാലേ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് ആരോടെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് വേണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാൻ. ഇല്ലാത്തതുണ്ട് പാക്കേജിങ് അടിപൊളി അല്ലേ? തുറക്കാൻ എന്നാ നമുക്ക് ആരോടും ചോദിക്കണ്ട. ഓക്കെ ഹായ് ചേട്ടാ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ സുപ്രീം ബേക്കറി വൈറ്റിലയുടെ മാനേജറാണ്. റിയാസ്. ഞാനേ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കിളി പോയി നിൽക്കുകയാണ്. അവിടെ കേക്കിൻ്റെ ഒരു കൂമ്പാരം ഫുള്ള് കേക്ക് കളി ഏതെടുക്കണം എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ. ഓൾറെഡി ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മുടെ കുറേ സ്പെഷ്യൽ കേക്ക്സ് നമ്മൾ ഇപ്രാവശ്യം എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അതെ, ഇപ്രാവശ്യം ഒന്നും കൂടെ കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അപ്പോൾ ഓൾറെഡി 1-ാം തീയതി തൊട്ട് നമ്മൾ കേക്ക് മിക്സിങ് തുടങ്ങിയിട്ട് ഏകദേശം 2 മന്തിന് മുകളിലായി. അതെ, അപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ച കേക്ക് 1-ാം തീയതി നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇറക്കിയതാണ്. 1-ാം തീയതി തൊട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് എല്ലാ കേക്ക്സും. അല്ല, അപ്പോൾ ഇത് എത്ര നാളത്തെ ഏജിങ് പ്രോസസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കിപ്പം ഓൾറെഡി പ്ലം കേക്ക് ആകുമ്പോൾ ഏകദേശം 1 മന്തോളം പ്ലം കേക്കിന് ലൈഫ് ഉള്ളതാണ്. 1 മന്ത് പ്ലം കേക്കിന് ലൈഫ് വരും. പിന്നെ റിച്ച് ഫിഗാനറ്റ് എന്ന് പറയുന്ന കേക്കുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഇപ്പം റിച്ച് പ്ലം ഉണ്ട്, റിച്ച് ഫിഗാനറ്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ പോകുന്ന കേക്ക്സ്. ഇതാണ് പ്ലം തന്നെയാണ് ഏറ്റവും. പ്ലം നോർമൽ പ്ലം ഉണ്ട്. റിച്ച് പ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 1.5-2 മാസത്തോളം സോക്ക് ചെയ്ത് വെച്ച് ഒരു 10-28 ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്ത് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നോൺ ആൽക്കഹോളിക് കേക്കാണ് ഓൾറെഡി. കാരണം ചില കേക്ക്സിൽ റമ്മ് കാര്യങ്ങൾ, പക്ഷേ നമ്മുടെ നോൺ ആൽക്കഹോളിക്കാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അധികം ചേർത്ത് മിക്സ് ചെയ്ത് 1.5 മാസത്തോളം മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്, സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ കേക്ക് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അതിനകത്ത്
ഉണ്ടാവും. ഇപ്പോൾ കുറേ കസ്റ്റമർക്ക് നോൺ ആൽക്കഹോളിക് കേക്ക് എന്ന് പറയുമ്പം ഇപ്പം പ്രിയം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ ആൽക്കഹോളിക് കേക്കാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. നമ്മുടെ ഒരു ബ്രാഞ്ചിലും ആൽക്കഹോളിക് കേക്ക് അവൈലബിൾ അല്ല, ഒക്കെ നോൺ ആൽക്കഹോളിക് ആയിരിക്കും. ഇവിടെ നിന്നാണ് എല്ലായിടത്തും ബ്രാഞ്ചിലേക്കുള്ള? അല്ലല്ല, ഇത് വൈറ്റില മാത്രമാണ്. അപ്പം ഞങ്ങളുടെ മെയിൻ ഇപ്പം കൊല്ലമുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, സുപ്രീം. അപ്പോൾ അവരവരുള്ള കേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ എറണാകുളമാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് ഉള്ളത്. നമ്മൾ പുതിയ ബ്രാഞ്ച് ഇവിടെ ആരംഭിച്ചിട്ടില്ല, അതിനുള്ള ഒരുക്കങ്ങളാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഇവിടെ തന്നെ അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും പ്രൊഡക്ഷൻ പോകുന്നുണ്ട്. അല്ല, ഇതല്ലാണ്ട് നമുക്ക് മാർബിൾ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉണ്ട്. മാർബിൾ കേക്ക് ഉണ്ട്, ഗീ കേക്ക് ഉണ്ട്, പിന്നെ പൈനാപ്പിൾ കേക്ക്സ് ഉണ്ട്, അതൊക്കെ അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ ഹാംബേഴ്സ് ഉണ്ട്. നമ്മൾ കേക്കൊക്കെ വെച്ചുള്ള ഹാംബർ നമ്മൾ ഇപ്പം ഓൾറെഡി കുറേ ഹാംബേഴ്സിങ്ങുള്ള ഹാംബേഴ്സ് ചെയ്തിട്ടുണ്ട്. ശരി. ഇത് അപ്പോൾ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതാകുമ്പം പല റേറ്റ് ഉണ്ട്. 1400 ഉണ്ട്, 1200 ഉണ്ട്. ഇതിപ്പം 1895. അപ്പോൾ അതിനകത്ത് കേക്ക് വരും, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വരും, പിന്നെ അതുപോലെ ചെറിയ പീനട്ട് അസോർട്ടഡ് ക്യാൻഡി വരും, പിന്നെ ഹണി വരും. അങ്ങനെ ഒരു 7-8 ഐറ്റംസ് അതിനകത്ത് ഇൻക്ലൂഡിംഗ് ആയിരിക്കും. വൈനുള്ള വേറെ ഹാമ്പറുണ്ട്. ഇതിപ്പം ഇച്ചിരി റേറ്റ് കുറഞ്ഞ ഹാമ്പറാണ്. ഓൾറെഡി ഇപ്പം വൈനുള്ള ആകുമ്പം ഇത് വൈനുള്ള ഹാമ്പറാണ്. ഇതും നോൺ ആൽക്കഹോളിക് വൈനാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം കോഫി പൗഡർ, ഇപ്പം നട്ട്സ്, നമ്മുടെ റിച്ച് പ്ലം കേക്ക്, കുക്കീസ്, പിന്നെ അതുപോലെ ഹണി, കുറേ ഐറ്റംസ് അതിനകത്ത് അവൈലബിൾ ആയി. ബെസ്റ്റ് ഡീലാണോ അല്ലേ? മറ്റ് പരിപാടിക്ക് കളി തരും. അത് കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ പോകുന്ന കേക്ക്സ് എന്ന് പറയുന്നത് റിച്ച് പ്ലം തന്നെയാണ്. ഈ ഇരിക്കുന്ന റിച്ച് പ്ലം. നമ്മൾ 3 വെറൈറ്റി ഉണ്ട്. ഇതിനും അങ്ങനെ വ്യത്യാസം ഇതിപ്പോൾ 1/2 കിലോ ആയിരിക്കും. ഇത് ½ kgയുടെ. ഇത് 800 ഗ്രാം ആയിരിക്കും ടിന്നിനകത്ത് വരുന്നത്. മറ്റേത് 1 kgയുടെ ബോക്സും ഉണ്ട്. ഇത് നമ്മുടെ തന്നെ ബ്രാൻഡായിരുന്നു അല്ലേ? അതും സൂപ്പർ ഫുഡും നമ്മുടെ അതാകുമ്പം കേരളം മൊത്തം പോകുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് ഓൾ കേരള പരിപാടി ഉണ്ടല്ലേ? അപ്പം ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു. ന്യൂ ഇയർ കഴിഞ്ഞും നമ്മുടെ സ്റ്റോക്ക് കയറും. കാരണം അത് കഴിഞ്ഞും ആൾക്കാർ വന്ന് മേടിക്കും. പിന്നെ കുറേ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതെന്തായാലും ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു പകുതി 15-ാം തീയതി വരെയൊക്കെ എല്ലാ കേക്കും അവൈലബിൾ ആയിരിക്കും. ഈ ഐസ്ഡ് കേക്ക് പരിപാടികളൊക്കെ കേക്ക് ഉണ്ട്. അത് നമ്മുടെ അപ്പുറത്തെ സെക്ഷനാണ്. ഐസിങ്, റോയൽ ഐസിങ്, ഇത് നമ്മുടെ പ്ലം കേക്ക് പ്ലം കേക്ക് ബോർഡർ ഐസിങ് ചെയ്തേക്കുന്നതാണ്. ഇത് പണ്ട് ട്രഡീഷണൽ കേക്കാണ്. നമ്മൾ ഈ പഞ്ചസാര ഉരുക്കി ഒഴിച്ച് ചെയ്യുന്ന കേക്കാണ്. ഹാർഡ് ഐസിങ് പഴയ നമ്മുടെ നാട്ടിൽ ട്രഡീഷണൽ കേക്കായിട്ട് വെക്കുന്നതാണിത്. ഇത് ഭയങ്കര കട്ടി, പൊട്ടിക്കാൻ കട്ടിയായിരിക്കും, പക്ഷേ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ കടയിൽ കാണുകയാണ് പഞ്ചസാര ഉരുക്കി വെച്ച് പണ്ടത്തെ ക്രിസ്മസിനൊക്കെ കേക്കുകളാണ് നമുക്ക് മേടിച്ചു തരുന്നത്. അത് ഞങ്ങൾ ട്രഡീഷണലായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളത് കത്തിക്കൊന്നും പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ സംഭവമുണ്ട്. ഇതാകുമ്പോൾ പിന്നെ ഫോണ്ടന്റ് ഐസിംഗ് ആണ്. നമ്മൾ ക്രീം വെച്ചിട്ട് ചെയ്യുന്നത്, സോഫ്റ്റ് ആയിരിക്കും. പിന്നെ റോയൽ ഐസിംഗ് ഉണ്ട്, അതും ബട്ടർ ക്രീം വെച്ച് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവിടുത്തെ. ഇത് സ്പെഷ്യൽ മഫിൻസ് ആണ്, റിച്ച് പ്ലം മഫിൻസ് ആണ്. ക്രിസ്മസിന് അനുബന്ധിച്ച് വരുന്നതാണ്. പിന്നെ കുറച്ചൊരു നാളെ മറ്റൊക്കെ ആകുമ്പം ബാക്കിയുള്ള ഫ്രഷ് ക്രീം കേക്ക്, ഇപ്പം അത് ഫ്രഷ് ക്രീം സെക്ഷനാണ്, അതെല്ലാം അവൈലബിൾ ആയിരിക്കും. ആൾക്കാർ പട്ടപട്ടയെന്ന് വന്ന് റീഫിൽ ചെയ്യും. നല്ല തിരക്ക്. ഇപ്പം ഓൾറെഡി കുറേ ദിവസം കൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ ക്രിസ്മസ് അടുത്ത് വരുന്നതോറും കൂടിക്കൊണ്ടിരിക്കും തിരക്കുകൾ. അപ്പോൾ ഞങ്ങളിതൊന്ന് എടുത്തിട്ടൊന്ന് നോക്കട്ടെ, ഇത് ഏതാണ് ഒരു സെറ്റപ്പ് എന്നുള്ളത്. ഇതിൻ്റെ അകത്താണെന്ന് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പിളുണ്ട്, നമ്മൾ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഏത് കേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. സാമ്പിൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെന്നാൽ ഒരു തീരുമാനം എടുക്കാം എന്താണ് വേണ്ടതെന്നുള്ളത്. താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച് എല്ലാം പറഞ്ഞു തന്നു. അതെ, ഒരു കളി തന്നെ അല്ലേ? അതെ, നമുക്ക് എന്താണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ അതൊക്കെ, എന്നാലും അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഏത് ടേസ്റ്റ് ചെയ്യും? ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്ന കേക്ക്, റിച്ച് പ്ലം. ഗൈസ്, റിച്ച് പ്ലം ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ വലിയൊരു ഫുഡ് ബ്ലോഗറായിട്ട് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
മണത്തവർക്ക് എന്തെങ്കിലും തോന്നുന്നു. ശരി, അതാണ് കേക്ക് അതിൽ മണക്കണം. അങ്ങനല്ല, എല്ലാ സാധനവും മണത്തത്തെ കഴിക്കാൻ പോകുന്നു സാധനം ഉണ്ടല്ലോ. ഇതിനകത്ത് പതുക്കെ മറ്റേ ഫ്രൂട്ട്സിൻ്റെതായ ആൽക്കഹോൾ കണ്ടന്റ് ഡെലിവറാവും. ടേസ്റ്റ് വ്യത്യാസം വായിക്കകത്ത് വെള്ളം അടിച്ചിട്ട് നല്ല മുറുകിനി. കഴിക്കില്ല, നീ കഴിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ് കടിക്കുന്നത് മൊത്തം. ഫ്രൂട്ട്സ് ആണ് കടിക്കുന്നത് മൊത്തം. ഞാൻ ആസ്വദിച്ചോട്ടെ. സാധാരണ പങ്കേക്കുമല്ല, ഒന്ന് അറച്ച് ഇപ്പോൾ ഫീൽ ചെയ്തു. നമ്മൾ ഓരോ ബൈറ്റിലും നമുക്കൊരു 5-6 കടിക്കാൻ പറ്റും. ഉള്ളിലൊക്കെ ഉണ്ട്. രസമായിരുന്നു. ഞാൻ ഭയങ്കര മധുരമില്ല. ഞാൻ ചില പങ്കേക്ക് മൊത്തം മധുരിച്ചിട്ട് അതായത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ്. വളരെ കുറച്ച് വലിയ ഭയങ്കര മധുരമൊന്നും പറഞ്ഞില്ല. ഇതുണ്ടോ ഇനിയും കഷ്ണം വേണമെന്നാണ് അടുത്തോ. മാട്ട ഇരുന്ന് തിന്നാല്ലാണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. എല്ലാത്തിനും വെക്കുന്നല്ലാണ്ട് എന്താണ് സംഭവം? ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഈ പരിപാടി കൊള്ളാം അല്ലേ? ക്രിസ്മസ് കഴിയുന്നതോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തിലാണ്. ക്രിസ്മസ് കഴിയുന്നതോടുകൂടി ഞാൻ തടിക്കുമല്ലോ. അപ്പം നമ്മൾ ക്രിസ്മസിന് ഒരു ബേക്കിംഗ് സംഭവമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിങ്ങൾക്ക് സുപ്രീം അറിയാത്തവരായിട്ട് ആരും കാണുന്നില്ല. കാരണം കൊച്ചിയിൽ ക്രീം ബൺ എന്ന് പറഞ്ഞ സാധനം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം എന്ന് പറഞ്ഞ് നമ്മൾ കടന്നു പോയത് ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോയിട്ടുണ്ടാകും. കാരണം അത്രത്തോളം ഡിമാൻഡുള്ളൊരു സാധനമാണ് ഇവിടുത്തെ ബേക്കിംഗ് ഐറ്റംസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്രിസ്മസിന് ഒരു ഓൺ ഹൗസ് പ്രൊഡക്ഷനാണ്. ഇവിടെ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം കഴിച്ചു നോക്കിയതിലും മൊത്തത്തിലുള്ള പ്രസൻറ്റേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രീമിയം ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയ റീസണബിൾ ആയിട്ടുള്ള റേറ്റൊക്കെ തന്നെയാണുള്ളൂ. അങ്ങനെ ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളും ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. താഴെ ഇതുണ്ടല്ലേ ട്രൈ ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. ഫുള്ള് ദാരിദ്ര്യമോടി. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം എന്താണല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു കേക്ക് വീഡിയോയിൽ പിന്നെയും കാണാം. ഓക്കെ, ബൈ. രാവിലെ വന്ന് കേക്ക് കഴിക്കാണ്ട് രാത്രി കൊള്ളാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. പൊളിക്കുന്നു.